അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19 ഞായറാഴ്ച. നാളെ മുതൽ ഡൊണാൾഡ് ട്രംപ് 2.0. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 സ്ഥാനാരോഹണം. തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ തോൽപ്പിച്ചാണ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായത്. കാലാവസ്ഥ കണക്കിലെടുത്ത് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിനകത്തേക്ക് മാറ്റി. വാഷിംഗ്ടണിൽ -6°C താപനില താഴ്ന്നതിനാലും നാളെ വാഷിംഗ്ടണിൽ -12°C തണുപ്പ് പ്രവചിക്കുന്ന സാഹചര്യത്തിലുമാണ് ഈ അസാധാരണ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആദ്യ ബന്ദിമോചനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വീണ്ടും അനിശ്ചിതത്വം. ആദ്യ ദിനം മോചിപ്പിക്കുന്ന 3 ബന്ദികൾ ആരൊക്കെയാണെന്ന് ഹമാസ് വെളിപ്പെടുത്താതെ കരാറുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇത് കരാർ ലംഘനമാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. വേണ്ടിവന്നാൽ അമേരിക്കയുടെ സഹായത്തോടെ യുദ്ധം പുനരാരംഭിക്കുമെന്നും ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന എല്ലാവരെയും തിരികെ രാജ്യത്തെത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 ബന്ദികളെ കൈമാറാൻ ധാരണയായിട്ടുള്ളത്. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ഇന്നലെ ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പോലീസ് കേസെടുത്തു. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കം 45 പേരാണ് പ്രതികൾ. നഗരസഭയിലെ CPM കൌൺസിലർ കലാരാജുവിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ തന്നെ CPM തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്ന് കലാരാജു. തന്റെ കാല് കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടിമാറ്റി തരാമെന്ന് മകനേക്കാൾ പ്രായം കുറവുള്ള CPM പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കലാരാജുവിന്റെ പ്രതികരണം. കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കിയത് പോലീസാണെന്നും പ്രതികളായ ആളുകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയെന്നും മാത്യു കോഴിനാടൻ MLA കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ DYSP അടക്കം സഹായിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ കേസുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് കലാരാജുവിന്റെ മകളും നിലപാടെടുത്തു. വാഴ്ത്തുപാട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി K. സുധാകരൻ രംഗത്ത്. പുകഴ്ത്തുപാട്ടും കേട്ട് കയ്യും വീശി ആ വഷളൻ നടന്നില്ലേയെന്നും കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോയെന്നും നാണവും മാനവും ഉടുപ്പുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്നും സുധാകരൻ വിമർശിച്ചു. മക്കൾക്ക് വേണ്ടി കോടാനുകോടി കട്ടുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നാടിനും നാട്ടാർക്കും പാർട്ടിക്കാർക്കും വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പകരം വെക്കാനില്ലാത്ത ചരിത്ര പുരുഷനാണെന്നും എല്ലാ വേട്ടയാടലുകൾക്കും കുരിശിലേറ്റുകൾക്കും ശേഷവും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കഴിവുകൾ വെച്ച് പ്രശംസിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുകളാക്കേണ്ട കാര്യമില്ലെന്നും മുതിർന്ന CPM നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ. പല പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിലെ ജനങ്ങളെ കൈവിടാതെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ ആർക്കും തള്ളിപ്പറയാനാവില്ലെന്നും മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് കരുതാനാകില്ലെന്നും EP പറഞ്ഞു. വയനാട്ടിലെ DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ MLA IC ബാലകൃഷ്ണൻ അടക്കം 3 കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മറ്റൊരു കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിന് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും തന്നെ വേട്ടയാടുന്നുവെന്ന് രാഹുൽ ഈശ്വർ. ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുൽ ഈശ്വറിനോട് ചിറ്റമ്മ നയവുമാണെന്നും തനിക്കെതിരെ കേസെടുത്ത യുവജന കമ്മീഷൻ തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ലെന്നും പറഞ്ഞ രാഹുൽ ഈശ്വർ ഇവിടെ പുരുഷ കമ്മീഷൻ വേണമെന്നും ജനുവരി 30 മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും പറഞ്ഞു.
എറണാകുളത്തെ KSRTCയുടെ പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥിരം വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലത്ത് തന്നെ നിർമ്മിക്കുന്നതിൽ വിമർശനവുമായി ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമാരുകുടി. ബസ് സ്റ്റാൻഡ് അവിടെ നിന്നും മാറ്റി കെട്ടിടം നിൽക്കുന്നിടം പൊളിച്ച് ആ പ്രദേശം ഒരു തടാകമാക്കി എറണാകുളത്തെ വെള്ളക്കെട്ട് കുറയ്ക്കാനുള്ള സ്പോഞ്ചാക്കണം എന്നാണ് തന്റെ അഭിപ്രായമെന്നും താനീ പറയുന്നത് നടക്കും എന്ന് കരുതി പറയുന്നതല്ലെന്നും പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്ന കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണെന്നും അദ്ദേഹം കുറിച്ചു. കൊച്ചി ഉൾപ്പെടെ കേരളത്തിൽ എവിടെയും ഇനി നടത്തുന്ന പദ്ധതികൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലെൻസിലൂടെയും കൂടി പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡ്രൈവർമാർ നന്നാവുകയും മനസ്സുവെക്കുകയും ചെയ്താൽ ഡീസൽ ചെലവിൽ പ്രതിവർഷം 77 കോടി രൂപ ലാഭിക്കാനാകുമെന്ന് KSRTC കഴിഞ്ഞ ദിവസം വിവിധ യൂണിറ്റിലേക്ക് അയച്ച സർക്കുലറിലാണ് ഈ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 ഏജന്റുമാർ അറസ്റ്റിൽ. വടക്കഞ്ചേരി പോലീസാണ് 3 ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തത്. റഷ്യൻ പൗരത്വമുള്ള സന്ദീപ് തോമസ്, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി, തൃശൂർ തയ്യൂർ സ്വദേശി CB എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇമിഗ്രേഷൻ ആക്ട്, മനുഷ്യക്കടത്ത്, വഞ്ചന കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ ഭാര്യ ജോയ്സിയുടെയും പരിക്കേറ്റ ജെയിനിന്റെ പിതാവ് കുര്യന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ചുരുങ്ങിയത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് 3 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പരിപാലനത്തിന് പ്രൈവറ്റ് ഏജൻസിക്ക് പ്രതിവർഷം 7 കോടി രൂപ നൽകി വരുന്നത് സർക്കാർ ഉത്തരവുകളുടെ ലംഘനമാണെന്ന് 2024 അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട്. സിൻഡിക്കേറ്റ് മെമ്പറായ PK ബിജു AKG സെന്ററിലേക്കും CATU ഓഫീസിലേക്കും പോകുന്നതിനായി സാങ്കേതിക സർവകലാശാലയുടെ വാഹനങ്ങൾ സ്ഥിരമായി ദുരുപയോഗം ചെയ്യുന്നതായി തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിലുള്ളത്. നെടുമങ്ങാട് അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസിന്റെ ഫിറ്റ്നസും RCയും റദ്ദാക്കി. വെള്ളിയാഴ്ച രാത്രിയാണ് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് ഇരിഞ്ചയത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 60 വയസ്സുള്ള ദാസിനി എന്ന സ്ത്രീ മരിച്ചിരുന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി 10ാം ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 8 മുതൽ 24 മണിക്കൂർ കോഴിക്കോട് MP MK രാഘവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ ഉപവാസ സമരം നടത്തും. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള പ്രതിഷേധമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. താമരശ്ശേരി കൈതപ്പൊയിലിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. കൊലയാളിയായ ഏക മകൻ 25 വയസ്സുള്ള ആഷിഖിനെ തെരച്ചിലിനൊടുവിൽ വീട്ടിനകത്തു നിന്ന് പിടികൂടി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് സുബൈദയുടെ സഹോദരിയുടെ പുതുപ്പാടി ചോയിയോടുള്ള വീട്ടിൽ വെച്ചാണ് സംഭവം. അയൽപ്പക്കത്തു നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞു വാങ്ങിയ കൊടുവാള് കൊണ്ടാണ് മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയായെന്നാണ് സുബൈദയുടെ സഹോദരി പറയുന്നത്. പാലക്കാട് മണ്ണാർക്കാട്ട് നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി ഭർത്താവിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം വീതം പിഴയും. തോട്ടര സ്വദേശി നബീസ കൊല്ലപ്പെട്ട കേസിൽ കൊച്ചുമകൻ ബഷീറിനും ഭാര്യ ഫസീലയ്ക്കുമാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടിക വകുപ്പ് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി കാരണമാണ് മഴയ്ക്ക് സാധ്യത. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി. നാളെ ശിക്ഷ വിധിക്കും. പ്രതി ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. 25 വർഷത്തിൽ കുറയാത്ത തടവോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. എയ്റോ ഇന്ത്യ ഷോ നടക്കുന്നതിനാൽ യലഹങ്ക ഫയർഫോഴ്സ് സ്റ്റേഷന്റെ 13 കിലോമീറ്റർ പരിധിയിൽ സസ്യേതര വിഭവങ്ങൾ വിളമ്പുന്നതും വിൽക്കുന്നതും നിരോധിച്ചതായി ബൃഹത് ബാംഗ്ലൂരു മഹാനഗരപാലിക. ജനുവരി 23 മുതൽ ഫെബ്രുവരി 17 വരെ ഇറച്ചി സ്റ്റാളുകൾ, നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കാണ് നിയന്ത്രണം.
തീരുമാനം പക്ഷികളെ തടയാനെന്നും പൊതുസ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന നോൺ വെജ് ഭക്ഷണാവശിഷ്ടങ്ങൾ കഴുകനെ പോലുള്ള പക്ഷികളെ ആകർഷിക്കുമെന്നും ഇത് എയറോ ഷോയിൽ അപകടങ്ങൾക്ക് ഇടയാക്കിയേക്കാമെന്നും BBMP അധികൃതർ അറിയിച്ചു. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ വീട്ടിനുള്ളിൽ കടന്നുകയറി കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ ഛത്തീസ്ഗഡിൽ നിന്ന് പിടികൂടി. 31കാരനായ ആകാശ് കൈലാഷ് ഖന്നോജിയാണ് പിടിയിലായത്. മുംബൈ ഹൗറ ജ്ഞാനേശ്വരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇയാളെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിടികൂടിയത്. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 7ാം പരീക്ഷണത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപസമൂഹമായ ടർക്സ് കൈക്കോസിൽ പതിച്ച് നാശനഷ്ടങ്ങളുണ്ടായതായി പരാതികൾ. അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ടർക്സ് കൈക്കോസ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും ഇതിന്മേൽ അന്വേഷണം ആരംഭിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. 30ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഐബാൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായെങ്കിലും ഗോളി സച്ചിൻ സുരേഷിന്റെ സേവുകൾ ബ്ലാസ്റ്റേഴ്സിനെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചു. ഗോളെന്നുറച്ച നിരവധി ഷോട്ടുകളാണ് സച്ചിൻ സുരേഷ് രക്ഷപ്പെടുത്തിയത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസന് ടീമിൽ ഇടം നേടാനായില്ല. വിരാട് കോഹ്ലി സ്ഥാനം നിലനിർത്തിയപ്പോൾ യശസ്വി ജയ്സ്വാൾ ടീമിൽ ഇടം കണ്ടെത്തി. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരുണ്ടാവും. മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. അർഷ്ദീപ് സിംഗ് പകരം ടീമിലെത്തി. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസനെ തഴഞ്ഞതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വിമർശിച്ച് ശശി തരൂർ MP. ക്രിക്കറ്റ് അധികാരികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ തകർക്കുകയാണെന്ന് തരൂർ പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എക്സിലൂടെയാണ് തരൂരിന്റെ പ്രതികരണം. വിജയ് ഹസാരെ ട്രോഫിക്കായുള്ള പരിശീലന ക്യാമ്പിൽ നിന്ന് പ്രത്യേക കാരണങ്ങളൊന്നും പറയാതെയാണ് സഞ്ജു സാംസൺ വിട്ടുനിന്നതെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ വിജയ് ഹസാരെ ട്രോഫിക്കായുള്ള കേരള ടീമിലും എടുത്തില്ലെന്നും KCA പ്രസിഡന്റ് JS ജോർജ്. പരിശീലന ക്യാമ്പിൽ താൻ ഉണ്ടാകില്ലെന്നുള്ള ഒരു വരി മെയിൽ മാത്രമാണ് സഞ്ജു KCA സെക്രട്ടറിക്ക് അയച്ചതെന്ന് JS ജോർജ് പറഞ്ഞു. വിജയ് ഹസാരെ ട്രോഫിക്കായുള്ള ടീമിൽ എടുക്കാതിരുന്ന KCA നടപടി മൂലമാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലും ഇടം ലഭിക്കാതിരുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം കൃത്യമായ കാരണം കാണിക്കാതെ സഞ്ജു വിജയ് ഹസാരെ പരിശീലന ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതിൽ BCCI സെലക്ടർമാർക്കും അതൃപ്തിയുള്ളതായാണ് വിവരം. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.